Good morning, dear students. I wish you a very good day. And we are continuing with our chapter 13, the articles. Yesterday we discussed the indefinite article a and an, specifically a in detail. And today we are moving on with our lesson. ഇപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഇന്ന് കോൺസെപ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് റിമെമ്പർ വി ലേൺഡ് അബൌട്ട് we learned that articles are two types, definite and indefinite articles. Definite article എന്ന് പറയുന്നത് the മാത്രമാണ്. Indefinite articles a and an. And we discussed different aspects or in different meanings in which a is used. So now we are quickly moving to our next concept. And remember vowel concept and consonant concept. This was that table that I showed to you on 44 sounds of English language that consists of vowel sounds and consonant sounds. Vowel sounds and the vowel sounds are when the airflow is not restricted, it is flowing naturally, it is a vowel sound. And if the airflow is restricted to pronounce one sound, then it is a consonant sound. Okay, and we discussed the textual examples given for the possible meanings of the letter a. And then we are moving on indefinite article an. Yesterday we discussed on the indefinite article a, and today we are moving on with indefinite article an. Okay, so an is actually used before words begin with a vowel. I already said that, but it clearly depends on the first syllable. Okay, syllable means നമ്മളൊരു വേർഡിനെ അതിൻ്റെ പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ട് അനുസരിച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇഫ് വി സീ ദ എക്സാമ്പിൾ കളർ. ഓക്കെ, ഖ ല അവിടെ സൈലൻ്റ് ആണ്. കളർ. ഓക്കെ, കളർ എന്ന് പറയുമ്പം അവിടെ രണ്ട് സൗണ്ടേ വരുന്നുള്ളൂ. എന്തൊക്കെയാണ്? ഖ ല. അപ്പോൾ ആ ഒരു സൗണ്ടിനെ ഒരു സിലബൽ എന്ന് പറയും. സെക്കൻഡ് സൗണ്ടിനെ ദ സെക്കൻഡ് സിലബൽ എന്ന് പറയും. ഓക്കെ, സോ നൗ ദിസ് ഈസ് എ വെരി ക്ലിയർ കോൺസെപ്റ്റ്. നിങ്ങൾ ആൻ യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ലെറ്റർ എ ഐ ഒ യു ആണോ എന്ന് നോക്കിയിട്ടല്ല. ഫസ്റ്റ് യു ജസ്റ്റ് റീഡ് ദ വേർഡ്. ആ വേർഡ് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുക. പ്രൊനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സൗണ്ട് ഒരു വവൽ സൗണ്ടാണ്, അതായത് എയർ ഫ്ലോ നാച്ചുറലി പോകുന്ന ഒരു സൗണ്ടാണ് എങ്കിൽ ഇറ്റ്സ് ക്ലിയർ, യു ക്യാൻ യൂസ് ദ വവൽ, ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻ വിത്ത് ദാറ്റ് വേർഡ്. Okay, now see the example. I met him a year ago. Okay, here the word with year we use a because എന്തുകൊണ്ടാണ്? ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞായിരുന്നു, why is always a confusing concept. ഓക്കെ, ഈ പ്രൊനൗൺസ്ഡ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ ജെ എന്ന് എഴുതിയിരിക്കുന്നത്, യു ഡോണ്ട് വറി, ജെ ഈസ് ആക്ച്വലി ദ സൗണ്ട് സിമ്പിൾ. വൈ എന്നുള്ളതിൻ്റെ സൗണ്ട് സിമ്പിളായിട്ട് നമ്മൾ എഴുതുന്നത് ജെ എന്നാണ് കേട്ടോ. അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട. ആ ടേബിളിൽ നിങ്ങൾ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ടേബിളിൽ ഏറ്റവും ബിലോ പോർഷനിൽ വൈ എന്നുള്ളിടത്ത് യൂസ് ചെയ്യേണ്ടടുത്ത് നമ്മൾ സൗണ്ടിൻ്റെ പ്രൊനൗൺസിയേഷൻ സ്പെല്ലിംഗ് എഴുതുമ്പം ജെ ആണ് യൂസ് ചെയ്യുന്നത്. ജെ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് യ എന്ന് തന്നെയാണ്. ഓക്കെ, സോ ഹിയർ ഐ മെറ്റ് ഹിം എ ഇയർ എഗോ. ആ ഇയർ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ പോർഷൻ ടച്ച് ചെയ്യുന്നുണ്ട്. എവിടെ? നമ്മുടെ ടങ് ഇസ് ടച്ചിങ് ഇൻ ദ ബിലോ ഇയർ. ഓക്കെ, ആ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ വരുന്നത് കൊണ്ടാണ് അതൊരു വവൽ സൗണ്ടായിട്ട് കണക്കാക്കാതെ വി യൂസ് എ. ഓക്കെ, സോ സിമിലർലി Jenkins lost an ear in a fight. ഓക്കെ, അവിടെ ഇയർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറ്റി ജസ്റ്റ് എന്നേ പറയുന്നുള്ളൂ. സോ ഇറ്റ്സ് എ പ്യുവർ വവൽ. ആ ഇയർ എന്നുള്ള സൗണ്ട് ഇറ്റ്സ് എ പ്യുവർ വവൽ ആൻഡ് വി യൂസ് ആൻ ബിഫോർ ദ പ്യുവർ വവൽ ഇയർ. ദെൻ ഐ ഹാവ് ആൻ FM radio. ഓക്കെ, എഫ് ഈസ് ഓൾവേസ് എ കൺഫ്യൂസിങ് കോൺസെപ്റ്റ്സ്. ഓക്കെ, എഫിൻ്റെ വേർഡ് എങ്ങനെയാണെന്ന് നിങ്ങൾ വളരെ അധികം ഒത്തിരി തവണ പ്രൊനൗൺസ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ എഫ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എ ആണോ ആൻ ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം എഫ് ഈസ് സൗണ്ടിങ് ലൈക്ക് എ വവൽ. ഐ ഹാവ് ആൻ എഫ് എന്ന് പറയുന്നതിന് മുൻപ് എ എന്നുള്ള വേർഡാണ് ആദ്യം വരുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. എഫ് എന്നാ പറയുന്നത്, എഫ്. So
So the first sound is ആ വരുന്നത് കൊണ്ടാണ് we use an. So remember, ഈ indefinite article an is used before the words that begin with a vowel sound. Okay, now then, moving on, an is used before silent h, r. Okay, h o u o നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് r എന്നാണ്, r. Okay, so before that we use before the word r or h silent ആയിട്ട് എവിടെ വരുന്നോ അതിന് തൊട്ട് മുമ്പ് നമ്മൾ an ആണ് യൂസ് ചെയ്യുന്നത്, because it is also pronounced as a vowel sound. Okay, then next is a common noun in singular form should have a or the. See the example. ഒരു കോമൺ നൗൺ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട്. പ്രോപ്പർ നൗൺ പർട്ടിക്കുലർ ആയിട്ടൊരു കാര്യത്തിന് ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു പേര് അല്ലെങ്കിൽ എന്താണോ ഒരെണ്ണം ഒന്നിന് മാത്രം കിട്ടുന്നത് എന്താണോ അതാണ് പ്രോപ്പർ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ അത് പല കാര്യങ്ങൾക്കും കോമൺ ആണ്. ഓക്കെ, ദെൻ എക്സാമ്പിൾ കൺട്രി പറഞ്ഞായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് പറഞ്ഞായിരുന്നു. ഓൾ ദീസ് ആർ കോമൺ നൗൺസ്. ഓക്കെ, ഇൻ എ കോമൺ നൗൺ ഇൻ എ സിംഗുലർ ഫോമിൽ വി should have a or we should use a or the. See the example. A rose is a beautiful flower. Okay, so here a rose is a beautiful flower. Okay, so here we can't say an rose. നമുക്കറിയാലോ റോസ് എന്നുള്ള യൂസ് ചെയ്യാൻ കാരണം എ വന്ന എന്തുകൊണ്ടാണ്, അവിടെ ഒരു വവ്വലല്ല, കോൺസ്റ്റൻറ്റ് സൗണ്ടാണ്. ആർ റോ എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് സൗണ്ട് വന്നുകൊണ്ടാണ്. അത് കൂടാതെ തന്നെ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നുള്ള ഒരു സിംഗുലർ ഫോം, ഒരു ഫ്ലവറിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് വി യൂസ് എ. ആൻഡ് ദെൻ secondly, the rose is a beautiful flower. Okay, a rose is a beautiful flower means it can be any rose. It can be the rose from our garden, or it can be the rose from our neighbor's garden, or it can be a rose in everywhere. എവിടെയെങ്കിലും ഉള്ള ഏതൊരു റോസും ആകാം. It's a common noun. Okay, so a rose is a beautiful flower. But consider the rose. The rose we speak about a particular rose, the rose that we grow in our garden. നമ്മുടെ ഗാർഡനിലുള്ള റോസ് ആണെങ്കിൽ then we can say that the rose is a beautiful flower. Then also we have to use the definite article the. Okay, now moving on, a for the first reference and the for the further reference. Okay, this is also a very key point. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കുമ്പോൾ, ഒരു സെൻറ്റൻസിൽ ആദ്യം ഒരു കാര്യം പറയുമ്പോൾ വി മോസ്റ്റ് കോമൺലി യൂസ് എ. കാരണം നമ്മൾ ഏതാണെന്ന് ആദ്യം അറിയില്ല നമുക്ക്. നമ്മൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും അതേ കാര്യത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കുമ്പോൾ, അതായത് ഫർദർ റെഫറൻസ്, വെൻ വി സ്പീക്ക് അബൌട്ട് ദ ഫർദർ റെഫറൻസ് ഓൺ ദ സെയിം ടോപ്പിക് ഓർ ദ സെയിം ഒബ്ജക്ട്സ് ഓർ എനിത്തിങ്, വി യൂസ് ദ. സീ ദ എക്സാമ്പിൾ. A man was riding a bicycle along a country road. Here it's clear we have three articles and they are a man, someone, ആരോ ഒരാൾ, a man was riding a bicycle ഇന്ന ബൈസിക്കിൾ ആണെന്നൊന്നുമില്ല, a bicycle along a country road. Okay, it is ഏത് കൺട്രി റോഡാണെന്ന് സ്പെസിഫിക്കലി ഒന്നും പറഞ്ഞിട്ടില്ല. when we start a sentence we will say a man was riding a bicycle along a country road. Now second sentence, നമ്മളൊരു പാരഗ്രാഫാണ്, അപ്പോൾ നമ്മളതിൻ്റെ സെക്കൻഡ് സെൻറ്റൻസ് എഴുതുകയാണ്. the man who was riding the bicycle along the country road stopped at a restaurant. See, ആദ്യം നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ രണ്ടാമത് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഏത് മാനാണിത്. ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്ന എ മാൻ, ബൈസിക്കിൾ റൈഡ് ചെയ്തുകൊണ്ടിരുന്ന മാനിനെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. ദെൻ വി വിൽ സേ ദ മാൻ ഹൂ വാസ് റൈഡിങ് the bicycle is also mentioned earlier along the country road. Which country road? The country road that has already mentioned. ഇതിന് മുമ്പത്തെ സെൻറ്റൻസിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്ന country road. And he stopped at a restaurant. എന്തുകൊണ്ടാണ് വന്നേ? ബിക്കോസ് അത് ഏത് റെസ്റ്റോറൻ്റ് ആണെന്നും ആ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം ആദ്യമായിട്ടാണ് ഒരു സെൻറ്റൻസിൽ പറഞ്ഞത്. ഇതിന് മുമ്പത്തെ സെൻറ്റൻസിൽ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇനിയൊരു സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? he ordered pizza from the restaurant എന്ന് യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ്? ദ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓൾറെഡി ആ റെസ്റ്റോറൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇറ്റ്സ് വെരി ക്ലിയർ. വി യൂസ് എ ഫോർ ദ ഫസ്റ്റ് റെഫറൻസ്. ആദ്യം ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വി യൂസ് എ ആൻഡ് വി യൂസ് ദ ഫോർ ദ ഫർദർ റെഫറൻസ്. പിന്നീട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വി യൂസ് ദ.
Okay, so these are the common rules to use a and the. Okay, now then, next, the uses of indefinite articles. നമ്മൾ ഓൾറെഡി പറഞ്ഞു ദർ ആർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. രണ്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? എ ആൻഡ് ആൻ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ എയുടെ യൂസേജസിനെ കുറിച്ചാണ് പഠിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. എവിടെ, എങ്ങനെ, ഏതൊക്കെ മീനിങ്ങിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് പഠിച്ചു. ആൻഡ് ടുഡേ വി ഡിസ്കസ്ഡ് ഓൺ ദ ടോപ്പിക് ആൻ. വവൽ സൗണ്ട്സിൻ്റെ കൂടെയാണ് ആൻ വരുന്നത്. സൗണ്ട്സ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വി ഓൾറെഡി ലേൺഡ്. നൗ the use of indefinite articles in general. We are speaking about the use of indefinite articles in general. See the first. The article a is used before singular countable nouns which begin with a consonant sound. Okay. See, consonant sound in mumbane use ചെയ്യുന്നത് already we said, and we used a before singular countable, that is that we can count, and that begin with a consonant sound. See, he is a teacher. Okay, teacher is a singular noun. Okay, അതേസമയം he is a teachers എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് പ്ലൂറലായി. ഓക്കെ, സിംഗുലർ ആയതുകൊണ്ടാണ് he is a teacher എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ അത് കൗണ്ടബിളുമാണ്. ഓക്കെ, now then, she doesn't own a car. See, she doesn't own a cars എന്ന് പറയില്ല. she doesn't own cars എന്ന് പറയാം. അവിടെ എയുടെയോ ആൻഡോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് എ വന്നത്? ബിക്കോസ് കാർ ഇസ് എ സിംഗുലർ നൗൺ. സിംഗുലർ നൗൺ ആയതുകൊണ്ടാണ് കാർ വന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ കോൺസണൻറ്റ് സൗണ്ട്. ഓക്കെ, സോ ആർട്ടിക്കിൾ എ യൂസ്ഡ് ബിഫോർ സിംഗുലർ കൗണ്ടബിൾ ആൻഡ് ഓൾസോ ദ സൗണ്ട് begin with consonant sound. Say another example. I saw a bear at the zoo. I saw a bear at the zoo. Okay, a bear means it can be any bear and it's a single one. Okay, so I saw a bear at the zoo. Okay, now then, moving on, the second usage is the article an is used before singular countable which begin with a vowel sound. So ഇവിടെയും സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിൻ്റെ കൂടെയാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണ് ആൻ വരുന്നത്? വവൽ സൗണ്ട് ആയിരിക്കണം. സി, ഹി ഈസ് ആൻ ആക്ടർ. സി, ആക്ടർ, ആ, ആക്ടർ. ഫസ്റ്റ് വവൽ സൗണ്ട് എന്താണ്? ആ, ആക്ടർ, ആ. ഓക്കെ, സോ ഫസ്റ്റ് സിലബൽ ആക്ടർ. രണ്ട് സിലബിൾസും ഉള്ളവിടെ ആക്ട്. അതിൽ ആദ്യത്തെ വവൽ സൗണ്ടാണ് ആ. സോ there came a vowel sound and we use an. Okay, then she didn't get an invitation. E. See, first letter endana E. First vowel sound endana E. Here also we use an. എന്തുകൊണ്ടാണ്? അവിടെ വന്നിരിക്കുന്നത് ഒരു വവൽ സൗണ്ടാണ്. സോ വി യൂസ് ആൻ. ഓക്കെ, ദെൻ I saw an eagle at the zoo. I saw an eagle at the zoo. There also ആദ്യത്തെ വേർഡിൻ്റെ ആദ്യത്തെ സൗണ്ട് ഈ എന്ന് പറയുന്നത് ഒരു വവൽ സൗണ്ടാണ്. സോ ഐ സോ ആൻ ഈഗിൾ അറ്റ് ദ സൂ. ഓക്കെ, ഇറ്റ്സ് വെരി ക്ലിയർ. സോ ഇത്രയുള്ള ഡിഫറൻസ്. എയും ആനും യൂസ് ചെയ്യുന്നത് രണ്ടും സിംഗുലർ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ്. പക്ഷേ എ വരുന്നത് എവിടെയാണ്? കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ കൂടെയാണ്. ആൻ വരുന്നതോ വവൽ സൗണ്ട്സിൻ്റെ കൂടെ. ഓക്കെ, സോ നൗ മൂവിങ് ഓൺ. എ ഓർ ആൻ cannot be used with plural nouns. Okay, a or an cannot be used with plural nouns. ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. I saw a bears in Yellowstone National Park. It's a wrong usage. എന്തുകൊണ്ടാണ്? a bears എന്ന് പറയാൻ പറ്റില്ല. There we use I saw bears in Yellowstone National Park. അവിടെ എയോ ആനോ ഒന്നുമില്ല, പ്ലൂറൽ ആയിട്ടൊരു കൂട്ടം. I saw bears in Yellowstone National Park. So with plural nouns we don't use a or an. നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എയോ ആനോ പ്ലൂറൽ നൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യില്ല. ദാറ്റ് ഈസ് അനദർ റൂൾ. സോ നൗ ദ നെക്സ്റ്റ്. ഇഫ് ദർ ഈസ് ആൻ അഡ്ജക്റ്റീവ് or adverb combination before the noun, a or an should agree with the first sound in the adjective or the adverb. See once again, if there is an adjective or adverb combination before the sound,
A or an should agree with the first sound in the adjective or the adverb. Okay, it's very clear. നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസിൽ ഒരു അഡ്ജക്റ്റീവോ ഒരു അഡ്വർബ് കോമ്പിനേഷനോ ഉണ്ടെന്ന് വിചാരിക്കുക. ബിഫോർ ദ നൗൺ, അതായത് നൗൺ വരുന്ന വേർഡിന് പകരം ഒരു അഡ്ജക്റ്റീവ് എന്തായിരുന്നു? ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നത്. അഡ്വർബ് എന്തായിരുന്നു? ഒരു വേർബിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഉണ്ടെന്ന് വിചാരിക്കുക. ഷുഡ് അഗ്രി വിത്ത് ദ ഫസ്റ്റ് സൗണ്ട് ഓഫ് ദ അപ്പം നമ്മൾ നോക്കുന്നത് അതിലേത് നൗണിൻ്റെ ഫസ്റ്റ് സൗണ്ട് അല്ല, നൗണിൻ്റെ ഫസ്റ്റ് സൗണ്ട് അല്ല നോക്കുന്നത്. പിന്നെ എന്താണ്? അഡ്ജക്റ്റീവിൻ്റെ ഫസ്റ്റ് സൗണ്ടാണ്. നൗണിനെ അതിന് മുമ്പ് വിശേഷിപ്പിച്ച് വന്നിരിക്കുന്ന ആ അഡ്ജക്റ്റീവിൻ്റെ ഫസ്റ്റ് സൗണ്ടാണ്. സി, ഹീ ഈസ് ആൻ എക്സലൻറ്റ് ടീച്ചർ. ഓക്കെ, അവിടെ ഹീ ഈസ് എ ടീച്ചർ എന്നായിരുന്നു സാധാരണ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ടി എന്നുള്ളത് ഒരു കോൺസണൻ്റ് സൗണ്ടാണ്. പക്ഷേ ഇവിടെ ടീച്ചർ എന്നുള്ള നൗണിന് തൊട്ട് മുൻപ് എക്സലൻറ്റ് എന്നുള്ള അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു അഡ്ജക്റ്റീവാണ്. ആ അഡ്ജക്റ്റീവിൻ്റെ ഫസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് ആണ്. ഇറ്റ്സ് എ വവൽ സൗണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഹീ ഈസ് ആൻ എക്സലൻറ്റ് ടീച്ചർ എന്ന് പറയാൻ കാരണം. എക്സലൻറ്റ്, എക്സലൻറ്റ്. ഓക്കെ, എക്സലൻറ്റ് ടീച്ചർ. സോ അതുകൊണ്ടാണ് അവിടെ ആൻ യൂസ് ചെയ്തത്. സിമിലർലി, I saw a really beautiful eagle at the zoo. നമ്മളതിന് മുൻപ് പറഞ്ഞായിരുന്നു I saw an eagle at the zoo എന്ന്. I saw an eagle. ആൻ യൂസ് ചെയ്ത് എന്തുകൊണ്ടായിരുന്നു? ഈഗിൾ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സൗണ്ട് ഒരു വവൽ സൗണ്ടാണ്, ഇ. അതുകൊണ്ടാണ് അവിടെ ആൻ ഈഗിൾ യൂസ് ചെയ്തത്. പക്ഷേ ഈ എക്സാമ്പിൾ വന്നപ്പോൾ നിങ്ങൾ നോക്കി, I saw a really beautiful eagle at the zoo. അതിൽ ഈഗിളിന് കൊടുത്തിരിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ ഒരു കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളാണ് റിയലി ബ്യൂട്ടിഫുൾ. അതിൽ ആർ, റിയലി ബ്യൂട്ടിഫുൾ. ആർ ഇസ് എ കോൺസണൻറ്റ് സൗണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? കോൺസണൻറ്റ് സൗണ്ടിന് മുൻപ് എന്ത് യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? കോൺസണൻറ്റ് സൗണ്ട്സിന് മുമ്പ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ യൂസ് ചെയ്യണം. അപ്പം ആൻ ഈഗിൾ എന്ന് യൂസ് ചെയ്തോടത്ത് എ റിയലി ബ്യൂട്ടിഫുൾ ഈഗിൾ എന്ന് യൂസ് ചെയ്തു. Okay, so I hope the concept is clear. Adjective or adverb combination, if there is an adjective or adverb combination before the noun, a or an should agree with the first sound in the adjective or the adverb. അതൊരു അഡ്ജക്റ്റീവിൻ്റെ അഡ്വർബിൻ്റെയോ ആയിരിക്കാം. അതിൻ്റെ ഫസ്റ്റ് സൗണ്ടുമായിട്ട് വേണം എയോ ആനോ റിലേറ്റ് ചെയ്യാനായിട്ട്, അല്ലാതെ ആ നൗൺ ഫോമുമായിട്ട് അല്ല. ഓക്കെ, നൗ ദെൻ മൂവിങ് ഓൺ. യൂസ് A before words such as European or university, which sounds like they start with a consonant even if the first letter is a vowel. Okay, here നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, വൈ, ഇയർ, എന്നുള്ള ജ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നുണ്ടെന്ന്. എന്നുള്ളത് എപ്പോഴും ഒരു കോൺസണൻ്റ് ആയിട്ടാണ് മിക്ക കേസിലും യൂസ് ചെയ്യുന്നത്. Okay, so here A is used before the words like European or university. യൂണിവേഴ്സിറ്റിക്കൊക്കെ മുമ്പ് നമ്മൾ ആൻ യൂണിവേഴ്സിറ്റി, ആൻ യൂറോപ്യൻ എന്നൊരിക്കലും യൂസ് ചെയ്യില്ല. എ യൂണിവേഴ്സിറ്റി, ആ യൂറോപ്യൻ എന്നേ പറയാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ നോക്കി, ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്നത്. കാര്യം പറഞ്ഞാൽ വവൽ ലെറ്റേഴ്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്, ഇയും യുവും. പക്ഷേ പ്രൊനൗൺസ് ചെയ്യുമ്പം ഇ, യു എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ഒരു ഫ്രിക്കേഷൻ, നമ്മൾ പറയും ഫ്രിക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ടങ്കും ആ നമ്മുടെ ഒരു സർഫസും, ഒരു മൗത്തിൻ്റെ ഒരു സർഫസും തമ്മിലൊരു ഫ്രിക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. സ്മോൾ ടച്ചിങ്, യു എന്ന് നമ്മൾ പറയുന്നത് അതൊരു ചെറിയ ഒരു ടച്ചിങ് യൂസ് ചെയ്തിട്ടാണ്. സോ അവിടെ നമ്മൾ എഴുതുമ്പോൾ യു എന്നുള്ളത് വൈ ആണ് എപ്പോഴും വരുന്നത് കേട്ടോ. അപ്പോൾ യൂറോപ്യൻ ഓർ യൂണിവേഴ്സിറ്റി വിച്ച് സൗണ്ട്സ് ലൈക്ക് they start with a consonant even if the first letter is a vowel. So actually they are consonants, and even if it start with a vowel letter വെച്ചാണ് യൂസ് ചെയ്യുന്നത് എങ്കിലും actually these are consonant sounds. Okay, so he has a Europe, or she so a European, അല്ലെങ്കിൽ she is a going to a university എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എ ആണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് റൂൾ ആൻഡ് യു ഹാവ് ടു റിമെമ്പർ ദിസ്. നൗ മൂവിങ് ഓൺ. ഓക്കെ,
Now moving on, we use an before words such as are, which sounds like they start with a vowel even if the first letter is a consonant. Okay, നമ്മൾ ക്ലിയർലി നോക്കുമ്പം ആദ്യത്തെ ലെറ്റർ അവർ എന്നുള്ളതിൻ്റെ ആദ്യത്തെ ലെറ്റർ ഒരു കോൺസണൻ്റ് ആണ് അല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് H is silent there? ഓക്കെ, നമ്മൾ ഹാറ്റ് എന്ന് പറയുമ്പോൾ H is pronounced there. അവിടെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് ഹാറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആർ വരുമ്പം H എപ്പോഴും സൈലൻ്റ് ആണ്. അപ്പം അവിടെ ഫസ്റ്റ് ലെറ്റർ ഒരു കോൺസണൻ്റ് ലെറ്റർ ആണ് എങ്കിൽ പോലും വി യൂസ് ആൻ ഓർ ബിക്കോസ് ദേ സൗണ്ട് ലൈക്ക് ഇറ്റ് ഈസ് എ വവൽ. ഒരു വവൽ സൗണ്ടിനെ പോലാണത് സൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, also we use an and before letters and numbers which sound like they begin with a vowel such as F. ഓക്കെ, ഇതും നമ്മളിതിന് മുമ്പ് പറഞ്ഞായിരുന്നു. എഫ് എന്ന് പറയുമ്പോൾ അവിടെ ഫാദർ എന്ന് പറയുമ്പം അത് വി യൂസ് ഐ എം ആൻഡ് ഫാദർ എന്ന് യൂസ് ചെയ്യില്ല. അതേസമയം FM എന്ന് നമ്മൾ പറഞ്ഞോടത്ത് എഫ് എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എഫ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്താണ്? എഫ്. അതൊരു രണ്ട് സൗണ്ട്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് എഫ്. അതിൽ ആദ്യത്തെ സൗണ്ട് എന്താണ്? ഒരു വവൽ സൗണ്ടാണ് എ. അപ്പോൾ അതും നമ്മൾ അത് എങ്ങനെയാണോ ഓരോ സെൻറ്റൻസിൽ പ്രൊനൗൺസ് ചെയ്യുക എന്ന് നോക്കിയിട്ട് വേണം ആൻ ആണോ എ ആണോ എന്ന് യൂസ് ചെയ്യേണ്ടത്. അതൊരു വവൽ സൗണ്ട് ആണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് വരേണ്ടത്? അവിടെ ആൻ വരണം. But on the other hand, if it is a consonant sound, then it should be A. See the example. I only have an hour for lunch. നമ്മൾ പറഞ്ഞു H ഒരു കോൺസണന്റ് സൗണ്ട് ആണ്, പക്ഷേ പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ H സൈലൻ്റ് ആണ് ആൻഡ് ഇറ്റ് സീംസ് ലൈക്ക് ഇറ്റ്സ് എ വവൽ. സോ വി യൂസ് I only have an hour for lunch. And now the next example. Does his name begin with an F? അവിടെ ആൻ എഫ് എന്ന് വരാൻ കാരണം എന്തുകൊണ്ടാണ്? എഫ് എന്ന് തന്നെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. എ ആണ് ആദ്യം വരുന്ന കോൺസണന്റ്. സോ ഡസ് ഹിസ് നെയിം ബിഗിൻ വിത്ത് ആൻ എഫ്. ഓക്കെ, സോ ഇറ്റ്സ് ക്ലിയർ നൗ. Now moving on to the next rule. In English, some nouns are considered uncountable. Such as, ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞതാണ്. Some nouns are considered uncountable such as information, air, advice, salt, fun, etc. All these are uncountable nouns. We do not use a or an with uncountable nouns. Always remember that. She gives a good advice എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. നമ്മൾ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ ഒരിക്കലും എയോ ആനോ യൂസ് ചെയ്യാൻ പാടില്ല. Instead, we don't want a or an or any article before these uncountable nouns. She gives good advice. Okay, അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് she gives a good piece of information എന്നൊക്കെ പറയുവാണെങ്കിൽ ശരിയാണ്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയുവാണ്. നൗൺസിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. പ്രോപ്പർ നൗൺസ് ഉണ്ട്, കോമൺ നൗൺസ് ഉണ്ട്, അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട്, കൗണ്ടബിൾ നൗൺസ് ഉണ്ട്, അബ്സ്ട്രാക്ട് നൗൺസ് ഉണ്ട്, കോൺക്രീറ്റ് നൗൺസ് ഉണ്ട്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ്. പ്രോപ്പർ നൗൺ എന്തായിരുന്നു? നമ്മൾ ഓരോന്നിന് കൊടുത്തിരിക്കുന്ന പേര്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും പേരുകൾ എല്ലാം പ്രോപ്പർ നൗണാണ്, കാരണം ആ പേരിൽ വേറൊന്നുമില്ല. ഓക്കെ, സിമിലർലി ഒരു കമ്പനീസിൻ്റെ പേരൊക്കെ ഇല്ലേ, അതെല്ലാം പ്രോപ്പർ നൗണാണ്. കോമൺ നൗൺ എന്താണ്? ജനറൽ ആയിട്ട് നമ്മൾ കമ്പനി എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനി കമ്പനി, കൺട്രി ഇറ്റ് ക്യാൻ ബി എനി കൺട്രി. ഓക്കെ, ദെൻ ഫ്ലവർ ഇറ്റ് ക്യാൻ ബി എനി ഫ്ലവർ. അതെന്താണ്? ഒരു കോമൺ ആയിട്ടുള്ള ഒരു നൗണാണ്. അതേസമയം കൗണ്ടബിൾ നമ്മൾ പറഞ്ഞു. കൗണ്ടബിൾ എന്താണ്? ചെയേഴ്സ്, ടേബിൾസ്, പെൻസ്, then all these are countable. നമുക്ക് എണ്ണി എടുക്കാവുന്നത്. that are countable nouns. അതേസമയം some words are uncountable nouns and they are. see the example ഇവിടെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. information, air, news, advice, salt, sugar, honey, all these are uncountable nouns. okay, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞതാണ് അബ്സ്ട്രാക്ട് നൗണും കോൺക്രീറ്റ് നൗണും. ഐ ഹോപ്പ് യു റിമെമ്പർ. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ അതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം സാഡ്, happy, then what? Sad, happy, enjoy. All these are sad, happy, terrified. then അങ്ങനെയുള്ള ഓരോരോ നമ്മുടെ ഒരു കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഐഡിയാസ്. ട്രബിൾ, ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അത് കോൺസെപ്റ്റ്സും ഐഡിയാസും മാത്രമാണ്. ബ്യൂട്ടിഫുൾ.
ഓക്കെ, ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡൊക്കെ അതൊരു കോൺസെപ്റ്റാണ്. അത് എന്താണെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതേസമയം അങ്ങനെയുള്ളതിനാണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് നൗൺസ് എന്താണ്? ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ചെയർ അല്ലെങ്കിൽ ചെയർ, അതുപോലെ തന്നെ എ ടേബിൾ, അതിനൊക്കെ ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ളതിന് കോൺക്രീറ്റ് എന്നും, അൺഫിക്സ്ഡ് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, ഐഡിയ എന്നുള്ളതിൻ്റെ പേരുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വി സേ അബ്സ്ട്രാക്ട് നൗൺസ് എന്നും പറയും. ഓക്കെ, സോ ഹിയർ in English some nouns are considered uncountable and such as information, air, advice, salt, and we do not use any article with these uncountable nouns. Remember that. So now we are almost going to end this chapter, and then the will change depending upon the word it precedes. Okay, the എന്ന് പറയുന്നത് നിങ്ങൾ ചിലർക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ഉള്ളതാണ്. ചിലയിടത്ത് നമ്മൾ ദി എന്ന് പ്രൊനൗൺസ് ചെയ്യും, ചിലയിടത്ത് ദ എന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേർഡ് ഇറ്റ് പ്രൊസീഡ്സ്. ഏത് വേർഡിന് മുമ്പാണ് ഈ ലെറ്റർ ഈ ദ യൂസ് ചെയ്തിരിക്കുന്നത് എന്നനുസരിച്ചിരിക്കും അത് ദി ആണോ ദ ആണോ എന്ന് വരുന്നത്. സി സംടൈംസ് ആഡ്സ് ദി ബിഫോർ എ വവൽ ആൻഡ് ദ ബിഫോർ എ കോൺസണൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദയെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ പഠിക്കുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിലാണ്, ചാപ്റ്റർ 14ലാണ്. നൗ വി ആർ ഡിസ്കസിങ് ജസ്റ്റ് ആൻ ഔട്ട്ലൈൻ. ദയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുവാണ്. ദി എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വവലിന് മുമ്പാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് സംസാരിക്കുന്നതെങ്കിൽ ദി യൂസ് ചെയ്യും. ആൻഡ് കോൺസണൻറ്റിന് മുമ്പാണെങ്കിലോ ദ യൂസ് ചെയ്യും. ഓക്കെ, റിമെമ്പർ ദാറ്റ്. ബിഫോർ വവൽ ദി ആൻഡ് ബിഫോർ എ കോൺസണൻറ്റ് ദ. ആൻഡ് we do not use the to talk about things in general. Okay, general ആയിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ we won't use the. Remember that. Okay, we won't use that. For example, work is worship. Okay, അത് എല്ലാ കാര്യത്തെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് work is worship. Okay, now then next is singular countable nouns are usually used with the. Remember, singular countable nouns are usually used with the. Then next is use a or an to say a person's profession. നമ്മളൊരു ആളുടെ പ്രൊഫഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ദ യൂസ് ചെയ്യരുത്. പിന്നെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? എ അല്ലെങ്കിൽ ആൻ. ദീസ് ആർ ദ അഡീഷണൽ പോയിൻറ്റ്സ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ ഇൻ യുവർ മൈൻഡ്. ഹീ ഈസ് ദ പ്രൊഫസർ എന്ന് പറയില്ല. പിന്നെ എന്താണ് പറയുന്നത്? ഹീ ഈസ് എ പ്രൊഫസർ എന്നേ പറയാറുള്ളൂ. ഓക്കെ, സോ യു റിമെമ്പർ ദാറ്റ്. സോ ദീസ് ആർ ദ മേജർ കോൺസെപ്റ്റ്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. സോ നൗ മൂവിങ് ഓൺ, നമുക്കൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടിൽ നൗ. വി വർ ഡിസ്കസിങ് ഓൺ ദ ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ സംസാരിച്ചത്. എ, ആൻ, അത് എങ്ങനെയാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നൗ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. വവൽ സൗണ്ടിൻ്റെ കൂടെ ആനും കോൺസണൻറ്റ് സൗണ്ടിൻ്റെ കൂടെ എയും യൂസ് ചെയ്യും. 44 സൗണ്ട്സ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിന്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വവൽ സൗണ്ട് ഒരു എയറിന് ഒരു ഫ്ലക്ച്വേഷനോ ഒന്നുമില്ലാതെ നോർമലി പുറത്തോട്ട് നമ്മൾ വിടുന്നതാണ് വവൽ സൗണ്ട്. കോൺസണൻറ്റ് സൗണ്ട് ആകുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ഒരു എയർ ഫ്ലോ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ദെൻ സോ വി ഹാവ് ഹിയർ ഐ ഓൾറെഡി ഗവൺ എ ചാർട്ട്. ഇവിടെ നിങ്ങൾ നോക്കിയോ, ജസ്റ്റ് ഒന്ന് നോക്കിയോ. കുറച്ച് നമ്മൾ പറഞ്ഞ ഇയറിൻ്റെ ഇയർ കോൺസണൻറ്റ് സൗണ്ടാണെന്ന് കാണിക്കുന്നതാണ്. ഏറ്റവും താഴെ 44th കോൺസണൻറ്റ് സൗണ്ട് നോക്ക്. ജെ എന്നുള്ള സിമ്പിളാണ് അതിന് എഴുതുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 44 കോൺസണൻറ്റ്, ദീസ് ആർ ദ 44 sounds of English language, and 20 vowels and 24 consonant sounds. Then we discussed about A ആണ് ആദ്യം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺസണൻറ്റ് സൗണ്ടിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. കുറച്ച് റൂൾസ് പറഞ്ഞു, അതിൻ്റെ കുറച്ച് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു. ദെൻ വി ഡിസ്കസ്ഡ് ടെക്സ്റ്റുവൽ എക്സസൈസ്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് എൻ്റെ മീനിങ് എന്തൊക്കെയാണ് വരുന്നതെന്ന് വി ഡിസ്കസ്ഡ്. ആൻഡ് ദെൻ ടുഡേ വി ഡിസ്കസ്ഡ് ഓൺ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻ. ആൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ചില വേർഡ്സിന് കൺഫ്യൂഷൻ നമുക്ക് തരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അത് ഏത് വേർഡാണോ ആ വേർഡ് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. അത് വവൽ സൗണ്ട് ആണെങ്കിൽ അവിടെ ആൻ വരും, കോൺസണൻറ്റ് സൗണ്ട് ആണെങ്കിൽ അവിടെ എ വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ദെൻ വി ഡിസ്കസ്ഡ് ദ യൂസ് ഓഫ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. എവിടെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ നോക്കി. സിംഗുലർ വേർബ്സിൻ്റെ
കൗണ്ടബിൾ. ദെൻ അതുപോലെ വവൽ സൗണ്ട്സിൻ്റെ കൂടെ ആൻ ആണെന്ന് പറഞ്ഞു. ദെൻ പ്ലൂറൽ നൗൺസിൻ്റെ കൂടെ എയോ ആനോ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പ്ലൂറൽ നൗൺസിൻ്റെ കൂടെ. ദെൻ അഡ്ജക്റ്റീവ് അഡ്വർബ് കോമ്പിനേഷൻ വരുമ്പം നൗണിൻ്റെ സൗണ്ട് അല്ല നോക്കേണ്ടത്, പിന്നെ എന്തിൻ്റെയാണ്? അഡ്ജക്റ്റീവിൻ്റെ സൗണ്ടാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു. ദെൻ വി മൂഡ് ഓൺ വിത്ത് ചില സം കൺഫ്യൂസിങ് കോൺസെപ്റ്റ്സ് ലൈക്ക് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി, ദ വേർഡ്സ് ദറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ vowel letter, starts with a vowel letter but it is sounding or pronounced as a consonant. Okay, അവിടെ എ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ an hour. Okay, അവിടെ എന്താണ്? ഓൾറെഡി even the letter is starting with a consonant sound but the pronunciation is in a vowel sound. അവിടെ an വരുമെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ്. ദെൻ we already discussed that. Then with uncountable noun we don't use any articles. Then we discussed the എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് in detail. We will discuss in the next chapter. So we have already discussed this, and now if those who are having test, you just go through ഈ ഒരു 2 വീഡിയോസും കണ്ടു കഴിയുമ്പോൾ you must go through to the 40 exercise at the end, the page number 40 in your textbook. Go through that, try to do that, and we will discuss that in the next class. Okay, in the next meet session we will discuss. Until then, before that I'll give you the notes, and be prepared with to answer my questions. I'll ask some questions and you have to answer. Okay, so for the time being, till the next class, bye.